നമസ്കാരം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കി വെച്ചാണ് പടിയിറങ്ങിയതെന്ന പ്രചരണങ്ങളുടെ മുനയൊടിച്ചും കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികകളുടെ കൃത്യമായ കണക്കുകൾ നിരത്തിയും നിയമസഭയിൽ ധനമന്ത്രിയുടെ അതിശക്തമായിട്ടുള്ള പടയൊരുക്കം ഉണ്ടായിരിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന മെയ് പകുതിയോടെ ട്രഷറിയിൽ വെറും 2000 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ജനങ്ങളെ വസ്തുതകൾ ബോധ്യപ്പെടുത്താനാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ ധവളപത്രം പുറത്തിറക്കിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള വി ഡി സതീശൻ മന്ത്രിസഭയെ അറിയിച്ചു. പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റും വികലമായ ധനനയങ്ങളും തുറന്നു കാട്ടുന്ന കൃത്യമായൊരു കണ്ണാടിയാണ് ഈ ധവളപത്രമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഉമ്മാക്കി കാണിച്ച് പീഡിപ്പിക്കാൻ നോക്കേണ്ടെന്ന മുൻ ഭരണപക്ഷത്തിൻ്റെ പ്രസ്താവനകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വസ്തുതകളുടെയും അതോടൊപ്പം തന്നെ ഔദ്യോഗിക രേഖകളുടെയും ഒക്കെ തന്നെ പിൻബലത്തോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ സാക്ഷി നിർത്തിയാണ് സഭയിൽ ഭരണപക്ഷ നിരയെയും ജനങ്ങളെയും അമ്പരപ്പിച്ച കടുത്ത സാമ്പത്തിക അവലോകനം ധനകാര്യമന്ത്രി നടത്തിയത്. അടിസ്ഥാനപരമായ ബാധ്യതകൾ തീർക്കാതെ പണം മിച്ചമുണ്ടെന്ന് അവകാശപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് മന്ത്രി ഉദാഹരണ സഹിതം വിശദീകരിക്കുകയുണ്ടായി. കാരണം ഒരു സർക്കാർ ജീവനക്കാരൻ തൻ്റെ ശമ്പളമായ 50,000 രൂപ പോക്കറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് തനിക്ക് നിത്യേന സാധനങ്ങളും സേവനങ്ങളും നൽകുന്ന പാലുകാരനായിക്കോട്ടെ, പത്രക്കാരന്, ഇറച്ചി കച്ചവടക്കാരന്, പലചരക്ക് കച്ചവടക്കാരന്, ഇവർക്കൊക്കെ നൽകാനുള്ള പണം നൽകാതെ വാതിലടച്ചിരുന്ന് തൻ്റെ കയ്യിൽ മുഴുവൻ പണവും ഭദ്രമായിട്ടിരിപ്പുണ്ടെന്ന് ഭാര്യയോട് പറയുന്ന തികച്ചും ഹാസ്യാത്മകമായൊരു കഥയിലൂടെയാണ് മന്ത്രി ഈ സാമ്പത്തിക അവസ്ഥയെ ഉപമിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മൂന്നാം ഗഡുവായിട്ടുള്ള 1982 കോടി രൂപയും ഏറ്റവും മുൻഗണന നൽകേണ്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള 377 കോടി രൂപയും നൽകാതെയാണ് മുൻ സർക്കാർ ട്രഷറി സമ്പന്നമാണെന്ന് വാദിച്ചതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഈ പാവപ്പെട്ട കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ പോലും നൽകാതെ എന്തടിസ്ഥാനത്തിലാണ് 6000 കോടിയുടെ സമ്പാദ്യം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി ചോദിച്ചപ്പോൾ സഭ പൂർണ്ണമായിട്ട് നിശബ്ദമായി മാറി. സംസ്ഥാനത്തെ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിൽ വിപണിയിൽ ഇടപെടേണ്ട പ്രധാന ഏജൻസിയായിട്ട് സപ്ലൈകോയ്ക്ക് നൽകാനുള്ള 2893 കോടി രൂപയും സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നുവെന്നും ധനമന്ത്രി ആരോപിച്ചു. ജീവനക്കാരുടെ DA കുടിശ്ശിക ഇനത്തിൽ 21,000 കോടി രൂപയും പാവപ്പെട്ട പെൻഷൻകാർക്ക് നൽകാനുള്ള 14,387 കോടി രൂപയുടെ കുടിശ്ശികയും നൽകാതെ മാറ്റിവെച്ചാണ് ഈ തുകയുടെ അവകാശവാദം ഉന്നയിച്ചത്. കൂടാതെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് നൽകാനുള്ള 476 കോടി രൂപ നൽകാത്തതിനാൽ ടൈപ്പ് 1 പ്രമേഹബാധിതരായിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാകാതെ കാത്തിരിക്കേണ്ടി വരുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥയും സഭയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. സാധാരണക്കാരുടെ ആശ്രയമായ കാരുണ്യ ഹെൽത്ത് സ്കീമിൽ മാത്രം 2017 കോടി രൂപയുടെ കുടിശ്ശിക വരുത്തി വെച്ചിരിക്കുകയാണ്. ഈ അടിയന്തര ബാധ്യതകളെല്ലാം മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജമായ കഥകളൊക്കെ നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു മുൻ ധനകാര്യ നേതൃത്വമെന്നും മന്ത്രി ആഞ്ഞടിച്ചു. സംസ്ഥാനത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ ഒരു സമാന്തര സമരായുധത്തോട് ഉപമിച്ചാണ് ധനമന്ത്രി കടുത്ത വിമർശനം തുടർന്നത്. ധനകാര്യ വകുപ്പിൻ്റെ നേരിട്ടുള്ള യാതൊരുവിധ നിയന്ത്രണമോ കൃത്യമായ ഓഡിറ്റിങ്ങോ ഇല്ലാത്ത ഒരു പ്രത്യേക ലോകമായിട്ട് കിഫ്ബി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ബജറ്റിന് പുറത്തുനിന്നുള്ള ഈ കടമെടുപ്പ് ഒടുവിൽ സംസ്ഥാനത്തിൻ്റെ പൊതു കടമെടുപ്പ് പരിധിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങളെ എത്തിച്ചു. GSDPയുടെ 3% എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ സർക്കാരുകൾക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നിരിക്കെ കിഫ്ബിക്ക് വേണ്ടി എടുത്ത കടത്തിൻ്റെ വലിയൊരു ഭാഗം ഈ പരിധിക്കുള്ളിൽ നിന്ന് തിരിച്ചടക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തിൻ്റെ മറ്റ് വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് നിശ്ചലമാക്കുകയാണ്. ആഗോള ധനകാര്യ വിപണിയിലെ നിയമങ്ങൾ അറിയാവുന്നവർ കേട്ടാൽ ബോധം കെട്ട് വീഴുന്ന അത്രയും ഉയർന്ന പലിശ നിരക്കായിട്ടുള്ള 9%, 9.72% കടമെടുത്ത് ആ പണം കേവലം 6% പലിശയ്ക്ക് ബാങ്കിൽ നിക്ഷേപിച്ച വിചിത്രമായിട്ടുള്ള ധനതത്വശാസ്ത്രമാണ് കിഫ്ബി നടപ്പിലാക്കിയതെന്നും മന്ത്രി വെളിപ്പെടുത്തി. കിഫ്ബിയുടെ വികലമായ ഈ നയങ്ങൾ കാരണം പൊതുമരാമത്ത് വകുപ്പിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും തകിടം മറിഞ്ഞതായിട്ട് മന്ത്രി ചൂണ്ടിക്കാട്ടി. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സഭയിലിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന PWD സംവിധാനങ്ങളെ മറികടന്ന് ബാക്കി ഏജൻസികൾക്ക് കരാറുകൾ നൽകിയതിലൂടെ പദ്ധതികളിൽ വൻതോതിലുള്ള കാലതാമസമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാ MLAമാരും തങ്ങളുടെ മണ്ഡലങ്ങളിലെ കിഫ്ബി പദ്ധതികൾ ആകാശത്തോ ഭൂമിയിലോ അല്ലാതെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ കടുത്ത ആശങ്കയിലാണെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബിയുടെ കടമെടുപ്പ് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ പരമാധികാര ഗ്യാരണ്ടിയുടെ പുറത്തായതിനാൽ തന്നെ ഇതിൻ്റെ അന്തിമ ബാധ്യത വരുന്നത് പൊതു ബജറ്റിലാണ്. ഈ പ്രതിസന്ധിക്ക് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ പരിഹാരം കാണാനായിട്ട് വിദഗ്ധരുമായി ആലോചിച്ച് അടിയന്തര തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം സഭയ്ക്ക് ഉറപ്പു നൽകി. ധനകാര്യ ചർച്ചകൾക്ക് പിന്നാലെ സഭയിൽ കടുത്ത രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും അരങ്ങേറുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനങ്ങൾക്ക് കൃത്യമായ വോട്ട് കണക്കുകൾ നിരത്തിയാണ് ധനമന്ത്രി മറുപടി നൽകിയത്. നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കുറഞ്ഞ കാര്യം പറയുന്ന പ്രതിപക്ഷം ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും UDFന് 10,000 വോട്ടുകൾ നഷ്ടപ്പെട്ട യാഥാർത്ഥ്യം മറച്ചുവെക്കുകയാണെന്നും വെള്ളിത്താലത്തിൽ വെച്ചാണ് ചില സീറ്റുകൾ BJPക്ക് സമ്മാനിച്ചതെന്നും മന്ത്രി പരിഹസിച്ചു.
തുടർന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് കടന്ന മന്ത്രി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാടുകളെയും കഠിനമായിട്ട് വിമർശിച്ചു. 1939 സ്റ്റാലിൻ ഹിറ്റ്ലറുമായിട്ട് ഒപ്പിട്ട കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഹിറ്റ്ലറെ പിന്തുണച്ച ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതെന്നും മോസ്കോയിൽ മഴ പെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് കുട പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുമുള്ള കടുത്ത രാഷ്ട്രീയ പ്രഹരത്തോടെയാണ് ധനമന്ത്രി തൻ്റെ ദീർഘമായ പ്രസംഗം സഭയിൽ അവസാനിപ്പിച്ചത് തന്നെ.